ഇവിടത്തെ റോഡ് എപ്പോഴും ഇങ്ങനെ തന്നെയാ മോളെ, കുണ്ടും കുഴിയും. ഈ പ്രാവശ്യമാണ് ഞാൻ ആർക്കും വോട്ട് ചെയ്യണില്ല. അല്ല, വോട്ട് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒന്നും വിചാരിക്കല്ലേ മോളെ, ഞാനിങ്ങനെ സംസാരിക്കാൻ കിട്ടിയാലേ ആരെയും വിടത്തില്ല, ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കും. എത്രയായി? 150. എന്നാ? അയ്യോ മോളെ, ഇത് ബാക്കി വേണ്ട, അത് വെച്ചോ. ആഹാ, എല്ലാ അലവലാദികളും ഉണ്ടല്ലോ. മോളെ ചന്തു. ഓ, പിടിച്ച്. ആഹാ, ആരിത്? കല്യാണ ചെക്കനോ? ഇങ്ങ വന്നേ, കണ്ണു നിറയെ ഞാനൊന്ന് കാണട്ടെ. ദേ കുരുപ്പേ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങുവേ. സ്വന്തം ഏട്ടന്റെ കല്യാണമായിട്ട് നീ ഇപ്പഴാണോ വരുന്നേ? അതെന്റെ പുന്നാരാങ്ങളെ കേട്ടിട്ടില്ലേ, ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയി വരുവേന്ന്. അതല്ലേ ഞാനിപ്പോ എത്തിയേ. ഓ, വരവ് വെച്ചിരിക്കുന്നു. നീയേ ചെല്ല്, ഡ്രസ്സ് മാറിയിട്ട് നല്ല സുന്ദരിയായിട്ട് താഴേക്ക് വാ. പിന്നെ ഏട്ടാ, അമ്മ താഴെ തന്നെ ഉണ്ടാവൂലോലേ? ഉണ്ട് ഉണ്ട്, നീ ചെല്ല്. നിന്നെ കാണാൻ കാത്തിരിക്കുക. ചെന്ന് വാങ്ങേണ്ടതൊക്കെ കയ്യോടെ വാങ്ങിക്കോ. എന്നാ ഓക്കെ, ഞാൻ പോയിട്ട് വരാം. പിന്നെ ഏടത്തിയോട് എന്റെ അന്വേഷണം പറയണേ. ഈ പെണ്ണ്. ഓയ് കുഞ്ഞൂസ്. ആഹാ, ഊരുതണ്ടി കറക്കം കഴിഞ്ഞ് എത്തിയോ? പിന്നെ എത്താണ്ട് കറങ്ങി കറങ്ങി എനിക്ക് മടുത്തു. അപ്പൊ പിന്നെ ഞാൻ ഓർത്തു ഇവിടെ വന്ന് ഒരു കല്യാണമൊക്കെ കൂടിയിട്ട് തിരിച്ചു കറങ്ങാൻ പോവാന്ന്. ഓഹോ, അപ്പൊ നീ കല്യാണം കൂടാൻ വന്നതാ, അല്ലാണ്ട് എന്നെ കാണാൻ വന്നതല്ലല്ലേ? എന്റെ കുഞ്ഞിനെ കാണാൻ തന്നെ ഞാൻ വന്നത്, അല്ലാണ്ട് കല്യാണം കൂടാനൊന്നും അല്ല. മതിയിടി നിന്റെ സോപ്പ്. അതെ, കുറെ എണ്ണങ്ങൾ വന്നിട്ടുണ്ടല്ലോ, ഇവരെ ഇതിനു മുന്നേ കണ്ടിട്ടേ ഇല്ല. ഒരു കല്യാണത്തിന്റെ പേരും പറഞ്ഞെല്ലാം കൂടെ കേട്ട് എഴുന്നള്ളിക്കോളും. അത് പിന്നെ അങ്ങനെയല്ലേ ചന്തു വരുള്ളൂ. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ ഈ കുടുംബത്ത് ഒറ്റണം കാലുകുത്തൂല. അതല്ല വല്ല വിശേഷ ദിവസം ആണെങ്കിൽ എല്ലാം എത്തിക്കോളും. ഡി ടെറർ മമ്മി എത്തി. നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു? രണ്ടുപേരും കേൾക്കാൻ ഞാനൊരു കാര്യം പറയാം. നിന്നെ ഇങ്ങനെ തോന്നിയ പോലെ അയച്ചു വിടാൻ പറ്റില്ല. നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. അടുത്ത ആഴ്ച നിന്റെ കല്യാണമാണ്. ഞാനിത് തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിന് ഒരു മാറ്റം ഉണ്ടാവില്ല. എന്ത് കല്യാണം? ആരോട് ചോദിച്ചിട്ടാ എന്റെ കല്യാണം നിങ്ങൾ ഉറപ്പിച്ചേ? എനിക്കെന്താ ഇവിടെ ഇഷ്ടങ്ങളൊന്നും ഇല്ലേ? നിന്റെ ഇഷ്ടങ്ങൾ നോക്കി ജീവിക്കാൻ ഇനി എന്നെ കിട്ടില്ല. മര്യാദക്ക് ഞാൻ പറഞ്ഞ കേട്ടോണം. പിന്നെ റെഡിയായി താഴേക്ക് വരാൻ നോക്ക്, നിന്നെല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. എന്താ കുഞ്ഞു, എന്നെ ആരും മനസ്സിലാക്കാത്ത? ഇപ്പൊ തന്നെ നോക്കിയേ, ഏട്ടൻ്റെ ഇഷ്ടത്തിനല്ലേ കല്യാണം കഴിക്കുന്നേ, അതും ഇന്റർകാസ്റ്റ് മാരേജ്. എൻ്റെ ഇഷ്ടത്തിൽ മാത്രം എന്താ കുഞ്ഞു ആർക്കൊരു വിലയില്ലാത്ത? നീ ഇങ്ങനെ വിഷമിക്കാതെ, എന്തെങ്കിലും ഒരു വഴി കാണാണ്ടിരിക്കില്ല. ഞാനെന്നാ ഒളിച്ചോടിപ്പോട്ടെ? ആരുടെ കൂടെ? ആരുടെയും കൂടെ അല്ല, ഞാൻ ഒറ്റയ്ക്ക്. നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ പോയ്ക്കോ. എന്ത് വന്നാലും നിന്റെ കൂടെ കുഞ്ഞുണ്ടാവും. ഡി ചന്തു, ഈ വെടലിവിടെ ഉണ്ടായിരുന്നു. എന്തിനാടി നീ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നേ? നിന്റെ തെണ്ടല് കഴിഞ്ഞോ? ആ കഴിഞ്ഞു, അടുത്ത റൗണ്ട് പോവാനിരിക്കുക. എന്തേ, വരുന്നുണ്ടോ? നിന്നെ പോലെ ഇങ്ങനെ തെണ്ടി നടക്കാനേ ഞാൻ വേലയും കൂലി ഇല്ലാണ്ടിരിക്കുകയല്ല. നിനക്ക് നാണാവില്ല ചന്തു ചുമ വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ? മോളെ മീനാച്ചി, നീ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോവാൻ നോക്ക്, അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കേണ്ട കാര്യം വരുന്നു. പിന്നെ നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ, അതും ഒരു ഡോക്ടർ. പണ്ട് തൊട്ട് എനിക്ക് വരുന്നതെല്ലാം തട്ടിയെടുക്കലല്ലേ നിന്റെ പണി. നീ നോക്കിക്കോ ചന്തു, ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് പകരം അവനെ ഞാൻ കെട്ടും. നീ സ്നേഹിക്കുന്ന ആളെ മറ്റൊരാളെ തട്ടിയെടുക്കുമ്പോഴൊരു വേദന ഉണ്ടല്ലോ, അത് നീ അനുഭവിക്കണം. നിന്റെ സങ്കടം എനിക്ക് കാണണം. ഇവളത് തേങ്ങി പറയുന്നേ. ഒന്നും മിണ്ടണ്ട, അഭിനയിച്ച് നിന്നേക്കാം. എന്താടി നിന്റെ വായ അടഞ്ഞോ? അയ്യോ മീനാക്ഷി, അങ്ങനെയൊന്നും പറയല്ല കേട്ടോ, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. ഞാൻ അവനെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. നീ കല്യാണം മുടക്കാൻ ശ്രമിച്ച മീനാക്ഷി, നീയാണ് സത്യം. ഞാൻ ഈ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി മരിക്കും. നീ മരിച്ചാലും മരിച്ചില്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഞാൻ എന്തായാലും ഈ കല്യാണം മുടക്കും. അവനെ ഞാൻ എന്റെ സ്വന്തമാക്കും. അയ്യോ അങ്ങനെ പറയല്ലേ. അങ്ങനെ തന്നെ ഞാൻ പറയും. പറഞ്ഞു കഴിഞ്ഞെങ്കിൽ മീനാക്ഷി നീ പുറത്തു പോവാമോ?
എനിക്കൊന്ന് തനിച്ചിരിക്കണം. ആ പോയാ? ഇവൾക്കിനി ശരിക്കും വട്ടാണോ? മോളെ, എല്ലാ കാര്യം സെറ്റാണ്. ഒന്നും മേടിക്കണ്ട. നാളെ വെളുപ്പിലാണ് ട്രെയിൻ. നേരെ കയറി ഇങ്ങ് വന്നേക്ക്. ബാക്കി നമുക്ക് വന്നിട്ട് നോക്കാം. ഓ എൻ തങ്കോടി നീ. നേരെ ആ കാണുന്ന. ഓക്കെ സാർ. ക്രഷ് അടിച്ചടാ, ക്രഷ് അടിച്ച്. ഒന്ന് പോയി മുട്ടി നോക്കാം. എക്സ്ക്യൂസ് മീ, മഞ്ജു അല്ലേ? അല്ല. ഓ സോറി, ചിഞ്ചു അല്ല. ഓ ഷേഡ്, അതുമല്ല. അപ്പൊ പിന്നെ രഞ്ജു, ആം റൈറ്റ്? ഇത് മൂന്നും അല്ല, ചന്തു ആണ്. ഓ, രഞ്ജു മഞ്ജു ചിഞ്ചുക്ക് ഇപ്പൊ ഔട്ടായി. ഇപ്പൊ ചന്തു ആണ് ട്രെൻഡിങ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാനിവിടെ നിന്ന് ഇരുന്നോട്ടെ. ഇത് താൻ ബുക്ക് ചെയ്ത സീറ്റാണെങ്കിൽ താൻ എവിടെ ഇരിക്ക്. എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഒരു ഗിറ്റാറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഗൗതം മേനോന്റെ സിനിമ പോലെ ആയനെ. ഇപ്പൊ ഗിറ്റാറില്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല തണുത്ത കാറ്റുണ്ടല്ലേ? ഫടക്ക സെൽഫി കണ്ട് ഇറങ്ങിയേക്കുക. ഫടക്ക് കുട്ടി ചെന്നൈയിലേക്കാണോ? അല്ല, ഉഗാണ്ടയിലേക്കാ. അയ്യോ, അപ്പോഴേക്കും ചെന്നൈയിലേക്കല്ലേ? ഓ ചന്തു, യു ആർ സോ ഫണ്ണി. എനിക്ക് ഇതേപോലെ തമാശ പറയുന്ന കുട്ടികളെ ഭയങ്കര ഇഷ്ടം. ആണോ? പക്ഷെ എനിക്ക് ഇതേപോലെ കോവിത്തരം കാണിക്കുന്ന ചെക്കന്മാരെ ഒട്ടും ഇഷ്ടമല്ല. ചന്തുവിന് ഇനി മുതൽ അങ്ങനെയുള്ളവർ ഇഷ്ടമല്ലെങ്കിൽ എനിക്കും ഇഷ്ടമല്ല. അതവിടെ നിൽക്കട്ടെ, ചന്തു ഒറ്റയ്ക്കാണോ ചെന്നൈയിലേക്ക് പോകുന്നേ? ഒറ്റയ്ക്കല്ല, എൻ്റെ അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തിയും അവരുടെ കൊച്ചും കഴിഞ്ഞ മാസം മരിച്ചുപോയ എൻ്റെ അപ്പൂപ്പന്മാരെ എൻ്റെ കൂടെ. എനിക്ക് വയ്യ. ഈ ചന്ത ഒരു തമാശക്കാരി തന്നെ. ഒരൊറ്റ അടി. വേണ്ട, അടിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ അടിച്ചോളാം. ചെന്നൈയിൽ തനിക്ക് കൂട്ടാരുമില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ കൂടെ വരാം. ആരെങ്കിലും ചോദിച്ചാ ചേച്ചിയുടെ ഭർത്താവെന്ന് പറഞ്ഞാൽ മതി. താനിപ്പം ഇവിടെ നിന്ന് എണീറ്റ് പോകുന്നു, അതോ ഞാൻ TTRനെ വിളിക്കണോ? അയ്യോ ചന്തു, അത്രക്കും ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ഇതെന്തൊരു മനുഷ്യനാ. ഫ്രഷ് എയർ. അയ്യേ, ഇതെന്ത് നാറ്റം. ഇന്ത്യൻ റെയിൽവേ അല്ലേ? ഇതല്ല, ഇതിൻ്റെ അപ്പുറം കാണും. ഒരു കോഫി കുടിക്കാം, തലവേദന എടുക്കുന്നു. എക്സ്ക്യൂസ് മീ അണ്ണ, കൊഞ്ചം വെള്ളം വിടുങ്കോ? സോളമൻ ഇതാ എത്തിയിടാ മക്കളെ. Check my walk and the talk, coming close to you. Got the shades and the cap with my uniform too. Cause I am the man, you have seen me before. Got a lot of stitches coming more and more. Check it out. Check my walk and the talk, coming close to you. Got the shades and the cap with my ഹേ അണ്ണ, one coffee please. അതെ ബ്രോ, ഞാൻ കുറേ നേരമായി ഇങ്ങനെ ക്യൂ നിൽക്കുന്നേ. ഒന്ന് ബാക്കിലേക്ക് നിൽക്കാമോ? ഓ എൻ്റെ കൃഷ്ണ, മലയാളി. എൻ്റെ പൊന്നോച്ചെ, താൻ എന്തായാലും അവിടെ നിൽക്കുമല്ലേ, എനിക്കും കൂടി ഒരു കോഫി പറ. തലയാണെങ്കിൽ പൊട്ടി പോകുന്നു. ഓക്കെ അണ്ണ, 1 കോഫി കൂടി എക്സ്ട്രാ കൊഞ്ചം പ്ലീസ്. ആഹാ, എന്നെ പോലെ തന്നെയാണല്ലോ.
തമിഴ് അറിയില്ലല്ലേ? തെരിയും കൊഞ്ചം കൊഞ്ചം. ആ, അതിപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായി. താൻ നാട്ടിലെവിടെയാ? പ്ലേസ് ട്രിവാൻഡ്ര. താനോ? ഞാൻ ആലപ്പുഴ. അല്ല, താനിവിടെ എന്ത് ചെയ്യാ? വർക്കിൻ്റെ ആവശ്യത്തിനായിട്ട് വല്ലതും വന്നാണോ? അല്ലടോ, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാ. താനോ? ഞാനും ഇതേപോലെയൊക്കെ തന്നെ എൻ്റെ കസിനെ കാണാൻ വേണ്ടി വന്ന. ആ, അതുപോട്ടെ, തൻ്റെ പേരെന്താ? അയ്യോ, അത് ശരിയാ, ഞാനത് വിട്ടുപോയി. ഐ ആം ചന്ദന. അപ്പോൾ ചന്ദന, ഞാൻ കാർത്തി. എനിവേ, താങ്ക് യു ഫോർ ദ കോഫി. ഇനി എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് കാണാൻ ഭാഗ്യം കിട്ടട്ടെ, അല്ലേ? ഒരൊറ്റ വണ്ടി നിർത്തുന്നില്ലല്ലോ. ബ്രോ, ഷടാ ബ്രോ, ആ നെക്സ്റ്റ് ബസ് സ്റ്റേഷൻ അവിടെ വരെ. ആ, എത്തിയോ? എനിവേ, താങ്ക് യു ബ്രോ. അച്ചു, ഡോർ തുറക്ക്. ഇവളിവിടെ ഇല്ലേ? ആ, ബെസ്റ്റ്. ഡോറ് പോലെ ലോക്ക് ചെയ്യാണ്ട് കിടന്ന് ഉറങ്ങണമൊക്കെ. അച്ചു, എനിക്ക് ഡീ. അച്ചു, അച്ചുമാ, എനിക്ക്. ചന്തു, നീ വന്നോ? എന്തുറക്കമാടി പോത്തേത്? നീ ഡോറ് പോലും അടച്ചിട്ടില്ല. അത് ഇന്നലത്തെ ഉറക്കം ഒട്ടും ശരിയായില്ലടി. കിടന്നപ്പോൾ ലേറ്റായി, അതാ ഞാൻ ഉറങ്ങിപ്പോയെ. മതി മതി മതി, ഉറങ്ങിയത് മതി, എണീക്ക്. അല്ല ചന്തു, നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ലടി, ഇവിടെ വന്നിട്ട് കഴിക്കാൻ ഓർത്തു. എങ്കിലേ ഇവിടെ ഒന്നും കഴിക്കാനില്ല. ആ, ബെസ്റ്റ്. സോറി മോളെ, ഉറങ്ങിപ്പോയതുണ്ടല്ലേ. സാരില്ല, ഇന്നത്തെ ഒരു ദിവസത്തേക്ക് നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. എങ്കിൽ നീ ഓർഡർ ചെയ്യും, അപ്പോഴേക്കും ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ആ, ആശാനിവിടെ ഇല്ലേ? കാണുന്നില്ലല്ലോ. ആ, ദേ മോനെ അൻവി. ആ, എടാ കണ്ണാപ്പി, നീ വന്നോ? ദേ അൻവി, നീ എന്നെ ചുമ്മാ എന്നെ കണ്ണാപ്പി കണ്ണാപ്പി എന്ന് വിളിച്ച് കളിയാക്കല്ലേ. എനിക്കത് കേൾക്കുമ്പോൾ വേറെ പലരെ ഓർമ്മ വരും. ആഹാ, ആരെ നിനക്ക് ഓർമ്മ വരുന്നേ? ഓ, അത് വിട്, അതിനിടെ പ്രസക്തിയില്ല. എനിക്കൊന്നുമില്ലെങ്കിലും നല്ല പകരം ഒരു പേരില്ലടാ, കാർത്തി. നിനക്കത് വിളിച്ചൂടെ? അല്ലെങ്കിൽ കണ്ണൻ, അങ്ങനെയെങ്കിലും വിളിച്ചൂടെ? അല്ലാതെ നീ ഇങ്ങനെ കണ്ണാപ്പി കണ്ണാപ്പി എന്ന് വിളിച്ച് ഇങ്ങനെ ആക്ഷേപിക്കല്ലേടാ. ഓ ശരി, ഞാൻ ശ്രമിക്കാം. പിന്നെ അമ്മ എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നോ? അമ്മക്കൊക്കെ സുഖം. നീങ്ങ വന്നേ, ചോദിക്കട്ടെ. ഒമ്പോ, മസിലൊക്കെ പിടിപ്പിച്ചങ്ങ് ഉരുട്ടി വെച്ചിട്ടുണ്ടല്ലോ. ശേ, ഒന്ന് പോടാ. നീങ്ങ വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്കാം. നല്ല തീരുമാനം മച്ചാ. അല്ല ചന്തു, നീ വീട്ടിലില്ലാത്ത കാര്യം അറിഞ്ഞേ ഇനി എങ്ങാനും നിന്റെ അമ്മ ഇങ്ങോട്ട് വല്ലതും തിരക്കി വരുമോ? ഏയ്, അതിന് ചാൻസ് കുറവാ. എന്നാലും ഞാൻ ആലോചിക്കണ ഇതൊന്നുമല്ല. നിന്റെ സമ്മതം പോലും ചോദിക്കാണ്ട് ഏത് കോന്തനായിട്ടാണ് നിന്റെ കല്യാണം ഉറപ്പിച്ചേ? ആവോ, എനിക്കറിഞ്ഞൂടാ. ആ, കോന്തൻ എന്ന് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർത്തെ. ഇന്ന് ട്രെയിനിൽ വെച്ച് ഒരു ചെക്കനെ കണ്ടു. എൻ്റെ പൊന്നോ, ഇതേപോലൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതെന്താടി, നിന്റെ അടുത്തിൻ്റെ അവൻ വല്ല കോഴിത്തരം ഇറക്കാൻ വന്നോ? വന്നോന്നോ? എൻ്റെ പൊന്നുമോളെ, അൺസഹിക്കബിളായിരുന്നു. അവൻ വെറും കോഴിയല്ല, ഗിരിരാജൻ കോഴിയാ. ലാസ്റ്റ് അവൻ്റെ ശല്യം സഹിക്കാൻ പറ്റാണ്ട് ഞാൻ TTR വിളിക്കുന്നു പറഞ്ഞപ്പോഴാണ് ആ ലെവലാദ്യം ഒന്ന് പോയത്. എന്നാ പറയാനാടി, ഇപ്പോഴും ഉണ്ട് ഇതേപോലത്തെ കുറേ എണ്ണങ്ങൾ. പിന്നെ നീ ഇവിടെ വന്നിട്ട് കുഞ്ഞിനെ വിളിച്ചായിരുന്നോ? ഇല്ലടി, വിളിക്കണം.
ആശാൻ രാവിലെ തന്നെ നല്ല ഫോമിലാണല്ലോ. ആഹാ, നീ എണീറ്റോ? നീയും കൂടി കൂടടാ, ഒരു കമ്പനി താ. ഓ വേണ്ട, നിനക്കെന്നെ ഇടിച്ചു പഠിക്കാനല്ലേ, ഞാനങ്ങുമില്ല. പിന്നെ ഇടിച്ചു പഠിക്കാൻ പറ്റിയ സാധനം. ആ പിന്നെ നിനക്ക് ഈ ഉറക്കതയായിരുന്നു പിച്ചും പെയ്യും പറയുന്ന സ്വഭാവം ഉണ്ടോ? എന്താടാ നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നീ ഇന്നലെ കിടന്ന് ഏതാണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു, കണ്ണമാന്നോ ചെല്ലമാന്നോ അങ്ങനെ എന്തോ. എടാ അൻവി, അതെന്താണെന്നറിയോ, കുറേ മാസങ്ങളായി എൻ്റെ സ്വപ്നത്തിൽ വന്നൊരു പെൺകുട്ടി എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ ഫേസ് മാത്രം ക്ലിയർ അല്ല. ബെസ്റ്റ്, നിനക്ക് വട്ടാ. അത് ചിലപ്പോൾ നിന്റെ പഴയ എക്സും അല്ല ആയിരിക്കും. എടാ പോടാ, ഇത് എക്സും വഴിയൊന്നുമല്ല, ഇത് വേറെ ആരുമാണ്. നീ നോക്കിക്കോ, എന്തെങ്കിലും എൻ്റെ മുന്നേ വന്ന് പേടും എൻ്റെ സ്വപ്ന സുന്ദരി. ശരി ശരി. പിന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ സൂപ്പർ മാർക്കറ്റ് വരാൻ പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ? ഞാനെങ്ങുമില്ല, നീ പോയിട്ട് വാ. നീ എന്നാ കയറി വാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനത്തെ നല്ല കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. തൽക്കാലം ഇത്രയും മതി, പോയി ബില്ല് ചെയ്യാം. Where is the counter? താങ്ക് യു. വെൽക്കം സർ. എക്സ്ക്യൂസ് മീ മാം. ഓ സോറി, ഇതാ. ചന്തു, എന്താടി ഇവിടെ കിടക്കുന്നേ? എന്തു പറ്റി? നിനക്ക് വയ്യേ? വയ്യായിക്കൊന്നുമില്ലടി, ഞാൻ ചുമ്മാ കിടന്നതാ. മോളെ ചന്തു, എന്താണ് കാര്യം പറ. എടി അതിപ്പോൾ ഞാൻ എങ്ങനെ പറയാ? എടി ഇന്നലെ ഞാനൊരാളെ കണ്ടു. ആരാ ഏതാ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പുള്ളിയാ എന്നെ ഇവിടെ ആക്കി തന്നെ. ആഹാ, എന്നിട്ട് നീ ഇതെന്ത് തരം വികാരമാണെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്. ഇന്നലെ തന്നെ ഞാൻ ഒരു ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ആളാരാ ഏതാ എന്നൊക്കെ അറിയാൻ ഒരു ക്യൂരിയോസിറ്റി തോന്നി. ഇന്ന് പുള്ളിനെ ഞാൻ വീണ്ടും കണ്ടു. ഞാൻ കുറച്ച് മുന്നേ സൂപ്പർ മാർക്കറ്റിൽ പോയില്ലേ, അപ്പോൾ. പക്ഷേ എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ലടി. അത്രയും അടുത്തുണ്ടായിട്ട് ആളുടെ പേര് പോലൊന്നും ചോദിക്കാൻ പറ്റിയില്ലടി. പൊന്നു മോളെ ചന്തു, ഇതാത് തന്നെയാണ്. എന്ത് പ്രേമം അല്ലാണ്ട് എന്ത്? നിന്റെ വായന ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ടാ. അപ്പൊ പിന്നെ ഉറപ്പിച്ച മോളെ, നിനക്ക് അവനോട് പ്രേമം തന്നെ. പോടി, ശരിക്കും? പിന്നെ അല്ലാണ്ട് 2 പ്രാവശ്യം കണ്ട ആളെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് പ്രേമം തന്നെ. പക്ഷേ ഞാൻ അയാളെ എവിടെ പോയി കണ്ടുപിടിക്കും? ചെന്നൈ അത്ര വലിയ സിറ്റിയൊന്നും അല്ലല്ലോ, നമുക്ക് കണ്ടുപിടിക്കാന്നേ. നീ ഇതെന്ത് കാണിക്കുവാടാ? ഒരു പാറ്റ, കുറെ നേരമായി ഇവിടെ ഭയങ്കര പാറ്റ ശല്യോടാ. ഓണറിനോട് പറയണം എല്ലാത്തിനെ കൊന്നുകളയാൻ. എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ സാരിയും പൊട്ടൊക്കെ തൊടിച്ച് നിന്റെ അടുത്ത് കിടത്തിക്കും. കൊന്നു, ഞാൻ വെറുതെ പറഞ്ഞ. ഓരോ റീൽസും കണ്ട് അവൻ ഇറങ്ങിയേക്കുവാ. കണ്ണാ എണീക്ക്, കണ്ണാ, എടാ കണ്ണോ എണീക്ക്. എന്റെ കണ്ണമ്മ. കണ്ണമ്മല്ല, തങ്കമ്മ. നീ എണീറ്റ്. എത്ര മണിയാണെന്നറിയോ? ഹൻവി, നീ ഒരു ക്രൂരനാണ്. ഒന്ന് ആസ്വദിച്ച് വരുമായിരുന്നു, അപ്പോഴേക്കും അവനത് കളഞ്ഞു. ദേ കണ്ണ, നീ അമ്പലത്തിൽ പോയി ഒരു ചരട് ജപിച്ച് കേട്ടുന്നത് വളരെ നല്ലതായിരിക്കും. എന്തിന്? അല്ല, എനിക്ക് തോന്നതേ ഇത് സ്വപ്ന സുന്ദരിയോ മാലാകയോ ഒന്നുമല്ല,
ഗതി കിട്ടാതെ അലയുന്ന ഏതോ ഒരു പ്രേതാത്മാവ് നിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. പോടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാൻ പുറത്തു പോവാ, നീ വരുന്നുണ്ടോ? ഞാനെങ്ങുമില്ല. അച്ചു, ഞാനൊന്ന് പുറത്തു പോവാണേ, നിന്റെ സ്കൂട്ടി എടുക്കുന്നുണ്ട്. അതിനെന്തിനാടി നീ ഇങ്ങനെ അനുവാദം ചോദിക്കണേ? ചെല്ലേ, പോയിട്ട് വാ. ഇത് അയാളല്ലേ? ആണല്ലോ, ദാണ്ടേ പോകുന്നു. ഇന്ന് ഞാൻ എന്നെ കണ്ടുപിടിക്കും മോനെ. എന്റെ ഈശ്വര, എന്ത് സ്പീഡിലേ പോകുന്നു. ചന്തു, യു ക്യാൻ. ഈ ചെക്കൻ സ്പീഡിലേ പോകുന്നു. അയ്യോ, ഇതെവിടെ പോയി? കാണുന്നില്ലല്ലോ. മിസ്സാക്കി. എന്റെ മുരുക, നീ കാത്തോണ്ണേ. അന്റി പറഞ്ഞ പോലെ ഗതി കിട്ടാതെ അലയുന്ന പ്രേതമൊന്നും ആയിരിക്കില്ല എന്റെ മുരുക. എത്രയും പെട്ടെന്ന് എന്റെ അജ്ഞാത സുന്ദരീനെ എന്റെ അരികിൽ എത്തിച്ചു തരണേ എന്റെ മുരുക. എന്താങ്കോ പ്രസാദം? ഹാ, അയ്യോ പാപ്പ, ഇത് ഉങ്ങൾക്കാകത്തില്ല. ദോ அந்த பொண்ணுக்காக உள்ளது. എന്റെ മുരുക, നീ ഇത്ര പെട്ടെന്ന് എന്റെ പ്രാർത്ഥന കേട്ടോ? ഹലോ, എക്സ്ക്യൂസ് മീ. ഹലോ, ഐ എം കാർത്തി. ഇതിപ്പോൾ എങ്ങനെ തുടങ്ങാം? എടോ, ഞാൻ തന്നെ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. എൻ്റെ സ്വപ്നത്തിൽ താൻ എപ്പോഴും വരുമായിരുന്നു, പക്ഷെ ഫേസ് മാത്രം ക്ലിയർ അല്ലായിരുന്നു. അയ്യോ, തന്നെ ഞാനിപ്പോൾ കണ്ടപ്പോൾ സോറി കേട്ടോ, പെട്ടെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. എടോ, താൻ ആരാ, ഏതാ, എന്താ എന്നെനിക്കൊന്നും അറിയില്ല. പക്ഷേ തൻ്റെ ഈ കണ്ണ്, തൻ്റെ ഈ ചിരി എന്നെ എത്രമാത്രം ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? ഉനക്കെന്നടാ പൈത്യമാ? എൻ്റെ കൃഷ്ണ, ഇവൾ തമിഴത്തിയായിരുന്ന? എലി, പൈത്യം എന്ന് പറഞ്ഞാൽ ഇനി അമ്പലത്തിൽ പായസം വല്ലതും കൊടുക്കുന്നുണ്ടെന്നാണോ? അയ്യോ, പൈത്യം വേണ്ട, പായസം വേണ്ട. பொம்பளைங்களை மடக்கிறதுக்காக ஒரு சாக்கு சொல்லி வந்துடுவாங்க. முன்னாடி நிற்கத மாறினில்லடா. ഇനി സിക്സ് പാക്കിന്റെ കാര്യമല്ലാണ് ഇവള് പറഞ്ഞേ. എന്റെ കൃഷ്ണ, ഇവൾ എന്താണാവോ ഇപ്പൊ പറഞ്ഞിട്ട് പോയെ? എടാ അളിയാ, ഞാനിന്ന് അവളെ കണ്ടടാ. എന്ത്? ആരെ കണ്ടെന്ന്? എടാ അൻവി, എന്റെ സ്വപ്ന സുന്ദരിയില്ലേ, അവളെ ഞാനിന്ന് അമ്പലത്തിൽ വെച്ച് കണ്ട്. ശരിക്കും? എന്നിട്ടെന്താ, ഞാനപ്പോ തന്നെ പോയി സംസാരിച്ചു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവള് തമിഴത്തിയായിരുന്നടാ. പണ്ട് തൊട്ടേ ഞാൻ തമിഴിന്റെ കാര്യത്തിൽ കുറച്ച് വീക്കാണെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് തന്നെ അവള് പറയണ പക്കത്തി കാര്യം പോലും എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലായിരുന്നു, ഇതാണ്ട് പൈത്യോ അമ്പലത്തിൽ നിന്ന് പായസം വേണമെന്നോ അങ്ങനെ ഏതാണ്ട് അവളോട് ചോദിച്ചായിരുന്നു. ഞാനപ്പോ തന്നെ വേണ്ടാന്ന് പറഞ്ഞു. എന്ത്? എടാ അൻവി, പൈത്യം മനസ്സിലായില്ല? എടാ പൊട്ടക്കണ, പൈത്യം എന്ന് വെച്ചാൽ വട്ടെന്നാടാ. നിനക്ക് വട്ടാണോന്ന് വല്ലതായിരിക്കും അവള് ചോദിച്ച്. അത് കേട്ടോടത്തെ പായസം വേണ്ടെന്നൊക്കെ. എന്റെ ദൈവമേ, അതായിരുന്നു അവന്റെ അർത്ഥം? വട്ടോ? എനിക്കോ? അവളെന്നാലും എന്തിനായിരിക്കും എന്നോട് അങ്ങനെ പറഞ്ഞേ? നീയല്ലേ ആളും അല്ല മണ്ടത്തരോ എഴുന്നള്ളിച്ച് കാണും. അതൊക്കെ പോട്ടെ, അവളുടെ പേരെന്തുവാ? എവിടെ അവളുടെ വീട്? എനിക്കറിഞ്ഞൂടാ. കൊള്ളാം. പിന്നെ നീ എന്തുവാണ് അവിടെ കാണിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ? അൻവി, നീ എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, അവൾ പറയണത് എന്താണെന്ന് കൂടി എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവിടെ ചെന്നിട്ട് ഞാൻ എങ്ങനെയാണ് അവളുടെ പേര് നാളൊക്കെ ചോദിക്കുന്നത്. പക്ഷേ നീ ഇനി എങ്ങനെ അവളെ കണ്ടുപിടിക്കും? നാളെ ഒന്നും കൂടി അമ്പലത്തിൽ പോയി നോക്കാം, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. എവിടാ? അമ്പലത്തിലോ? എടാ,
ഇന്ന് അവൾ അമ്പലത്തിൽ വന്നു. എങ്ങാനും അവൾ നാളെ അമ്പലത്തിൽ വന്നാലോ? അപ്പം എനിക്ക് കാണാലോ. അവൾ വരുമെന്ന് നിനക്കെന്ത് എത്ര ഉറപ്പ്? അവൾ വരാണ്ടിരുന്നാലോ? അങ്ങനെയൊന്നുമില്ല, അവൾ വരും. എന്തായി, നിന്റെ കണ്ണമ്മ ഇന്ന് അമ്പലത്തിൽ വന്നോ? ഇല്ലടാ അൻവി, അവളൊന്നും വന്നില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞാണോ അവൾ വരില്ലാന്ന്? അത് അവൾക്ക് വല്ല പനിയായിരിക്കും. ഇന്നല്ലേ വരാഞ്ഞുള്ളൂ, നാളെ ചിലപ്പോൾ വന്നാലോ. നിന്റെ പ്രദേശത്ത് എന്നെ കൈവിടാണ്ടിരിക്കട്ടെ. ഞാൻ കനവിൽ കണ്ടൊരു സ്നേഹിതൻ ഇവനാണല്ലോ, എന്നുള്ളിൽ തുടിച്ചതും ഇവനെ കാണാനല്ലോ. ഒരു മഞ്ഞില പോലെ വരകലുമ്പോൾ മോഹം, മൃദുമൗനം പോലും സംഗീതം. പേരെന്താണെന്നറിവില്ല, ഊരേതാണെന്നറിവില്ല, ഇവനെന്റേതാണെന്നുള്ളം പാടുന്നു. മുകിൽക്കിനാവിൽ നിന്നും ഇവനെ മണ്ണിലിറങ്ങിയെത്തും മിന്നൽ, മഴത്തേരേറി വരും മിന്നൽ. ഞാൻ കനവിൽ കണ്ടൊരു സ്നേഹിതൻ ഇവനാണല്ലോ, എന്നുള്ളിൽ തുടിച്ചതും ഇവനെ കാണാനല്ലോ. ആ, നീ പോയി വന്നോ? ഇന്ന് പോയിട്ട് എന്തായി? ആളെക്കുറിച്ച് വല്ലതും അറിയാൻ പറ്റുമോ? എവിടെന്ന്? എന്നത്തെയും പോലെ തന്നെ. ഷെടാ, ഏതവനാണെന്നാലോ അത്? ആ പിന്നെ കുറച്ചു മുന്നേ ആൻറ്റി എന്നെ വിളിച്ചായിരുന്നു. അമ്മയോ? എന്നിട്ട് നീ എൻ്റെ അടുത്തുണ്ടോന്ന് ചോദിച്ചു. ഞാനില്ലെന്നാ പറഞ്ഞേ. ആ, അതെന്തായാലും നന്നായി. നിനക്ക് ഫുഡ് എടുക്കട്ടെ? എനിക്കിപ്പോൾ വേണ്ടടി, വിശക്കുന്നില്ല. എങ്കിൽ ഞാൻ പോയി കഴിക്കട്ടെ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇതയാളല്ലേ? അച്ചു, അച്ചു, എന്താടി? അച്ചു, നീ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടേക്കുന്ന ആളില്ലേ? അതാരാ വാട്സാപ്പിൽ? ആ, അത് ഞങ്ങളുടെ ജിമ്മിലെ കോച്ചാ. പുള്ളിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. എന്താടി? ഇടി അച്ചു, അതാടി ആള്. നിന്റെ കയ്യിൽ സ്വർണം വെച്ചിട്ടാണല്ലോടി ഞാൻ ഈ നാട് മൊത്തം തേടി നടന്നേ. പിന്നെ കോച്ചിനെ പറ്റിയാണോ നീ പറഞ്ഞോണ്ടിരുന്നേ? ആടി, ഇത് തന്നെയാണ് ആള്. ഇതിപ്പോൾ ലാഭമായല്ലോ. ഞാൻ പോകുന്ന ജിമ്മില്ലേ, അവിടുത്തെ ട്രെയിനറാണ് പുള്ളി. പേര് അൻവിത്ത്. എന്താ മോളെ ചന്തു നീ ആലോചിക്കുന്നേ? നാളെ തൊട്ട് ഞാൻ നിൻ്റെ കൂടെ ജിമ്മിലേക്ക് വരുവാണ്. എന്തിനാടി പോതെന്ന് വെച്ചിരിക്കുന്നേ? ഒന്നുമില്ല. അല്ലടി, അയാൾക്ക് ഇനി ഗേൾ ഫ്രണ്ട് വല്ലതും ഉണ്ടാവോ? ഗേൾ ഫ്രണ്ട് ഒന്നുമില്ലടി, അതുറപ്പാ. ഞാനെന്നാ കിച്ചണിലേക്ക് പോട്ടെ, നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അച്ചു, എനിക്കും കൂടെ. അത് ശരി, കുറച്ച് പിന്നെ നീ അല്ലേടി പറഞ്ഞേ നിനക്ക് വിശക്കുന്നില്ലാന്ന്? അതപ്പോ അല്ലേ, ഇപ്പം എനിക്ക് വിശക്കുന്നുണ്ട്. നീ വാ, നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാം. ചന്തു, എനിക്ക് മനസ്സിലാവുന്നുണ്ടേ. ശരി ശരി, നീ ഇങ്ങ് വന്നേ, എനിക്ക് വിശന്നിട്ട് മേല. കണ്ണ, അവസാനമായിട്ട് വിളിക്കുക, മര്യാദ നീ എൻ്റെ കൂടെ വന്നോ? അൻവി, എന്നെ കൊണ്ട് പറ്റൂലടാ. അത് പറ്റില്ലെങ്കിൽ പിന്നെ നീ എന്തിനാടാ കണ്ണ ജിമ്മിലേക്ക് 2 മാസത്തെ അഡ്വാൻസ് കൊടുത്തേ? അത് പിന്നെ ഒരു ആവശ്യത്തിന് ഞാൻ കൊടുത്തിട്ടല്ലേ. ഞാൻ അറിഞ്ഞു ഇങ്ങനെയൊക്കെ ആവൂന്ന്. കണ്ണ, നീ എൻ്റെ കൂടെ മര്യാദയ്ക്ക് വന്നോ? അൻവി, നീ പൊയ്ക്കോ. ജിമ്മൊന്നും എനിക്ക് പറ്റിയ സ്ഥലമല്ല. ഞാനിവിടെ യൂട്യൂബിൽ നോക്കി വല്ല സൂംബ ഡാൻസും കളിച്ച് പിടിച്ചോളാം. ഇന്ന് നീ എൻ്റെ കൂടെ ജിമ്മിൽ വന്നില്ലെങ്കിൽ ഈ വീട്ടിൽ പിന്നെ നീ കയറിപ്പോരുത്. നേരെ നാട്ടിലേക്ക് വിട്ടോണം. അൻവി, അൻവി തന്നെ ഈ പറയുന്നത്. ജിമ്മ് എങ്കിൽ ജിമ്മ്, ഞാൻ വരാം. ദാറ്റ്സ് മൈ ബോയ്. അപ്പോൾ ഈവനിങ് നേരെ നീ ജിമ്മിലേക്ക് പോരെ? വന്നോളാം. ആളെവിടെ? ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. നീ വാ.
भीगी भीगी रातों में मीठी मीठी बातों में ऐसी बरसातों में कैसा लगता है हाँ ऐसा लगता എന്റെ പൊന്നോ, എന്തുവാടിത്? നീ വാ, ഇവിടെ ഉള്ളവർക്ക് ഇതൊക്കെ കണ്ട് ശീലായതാ. ഇങ്ങേര് ട്രെയിനർ തന്നെയാണോടി? എനിക്കവിടെയൊക്കെ സംശയം തോന്നാറുണ്ട്. കോച്ച്, ഹാ അർച്ചിത, ഇതാരാ? ഇത് പുതിയ ആളാ, ചന്ദന, എൻ്റെ ഫ്രണ്ടാ, നാട്ടിൽ നിന്ന് വന്നയാ. ഓ ഓക്കെ. ജിമ്മിൽ എങ്ങനെ, ഫസ്റ്റ് ടൈം ആണോ? അല്ല, നാട്ടിൽ വെച്ച് ഒരു 2 മാസം പോയിട്ടുണ്ട്, പിന്നെ നിർത്തി. അതെന്ത് പറ്റി? അത് കുറച്ച് ഗ്യാപ്പ് വന്നായിരുന്നു, പിന്നെ എനിക്ക് പോകാനും മടിയായി, അതാ. ഓക്കെ ഓക്കെ, താഴെ എൻ്റെ കൂടെ വാ. നീ എന്നാ ചെല്ല്, ഓൾ ദി ബെസ്റ്റ്. ഇതെന്താ പർവ്വതോ? ഇതൊക്കെ എങ്ങനെ ഒരു ടിക്കറ്റ്? എൻ്റെ സൈസിനെ പറ്റിയതൊന്നുമില്ല ഇവിടെ. ദേ കണ്ണമ്മ, ഇവിടെ ഈ ജിമ്മിലായിരുന്നോ? ഷേ, കുറച്ചുകൂടി നേരത്തെ വരണ്ടായിരുന്നു. ഓയ് കണ്ണമ്മ. എന്താണ് കണ്ണമ്മ, എന്നെ മനസ്സിലായില്ലേ? കടവുളെ, നീ ഇങ്ങേയും വന്നിട്ടാണ്? എന്റെ പൊന്നു കൊച്ചി, നീ ഇങ്ങനെ തമിഴ് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതെ. ഞാൻ അമ്പലത്തിൽ വെച്ച് പറഞ്ഞ കാര്യമൊക്കെ തനിക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം. ഞാനതൊക്കെ ശരിക്കും പറഞ്ഞാടോ. ഇതെന്നടാ തൊല്ലയാ പോച്ച്? പിന്നെ അച്ചു. ആ ചന്ദന, ഹേയ് കാർത്തി. നമ്മൾ പിന്നെയും ഇത്ര പെട്ടെന്ന് കണ്ടുമുട്ടുമെന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ. ശരിയാ, ഞാനും ഓർത്തില്ല. അല്ല, ഈ അച്ചുന്ന് താൻ വിളിച്ചത് ആരെയാ? ഇയാളെ തനിക്കറിയോ? പിന്നെ ഞാനെന്ന് പറഞ്ഞില്ലായിരുന്നോ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാന്ന്? ഇതാണ് ആള്, അർച്ചിത, അച്ചു. ഓ അത് ശരി, അപ്പൊ ഇതാണ് തൻ്റെ ഫ്രണ്ട്. കണ്ണാ, നീ ഒന്ന് വന്നാടാ, ഒരു കാര്യമുണ്ട്. കണ്ണൻ? അപ്പോ നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? ഞാനൊന്ന് പറഞ്ഞില്ലായിരുന്നോ കസിൻ്റെ വീട്ടിൽ പോവാന്ന്? ഇതാണ് ആള്. കണ്ണാ, നീ ഒന്ന് വേഗം വരുമോ? ആടാ, ദേ വരുവാ. എന്നാലേ ഞാൻ അങ്ങ് ചെല്ലട്ടെ, അല്ലെങ്കിൽ അവനെന്നെ കൊല്ലും. അപ്പോൾ ബൈ അച്ചൂമ്മ, നമുക്ക് പിന്നെ കാണാം. അതെന്താടി അവൻ നിനക്ക് മാത്രം ഒരു ബൈ പറഞ്ഞ്? നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? പരിചയമുണ്ട്, അതൊരു വലിയ കഥയാണ്. വീട്ടിൽ ചെല്ലട്ടെ, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. Hi Malini, I'm Krishnan. நான் இதை சொல்லி ஆகணும். நீ அவ்வளவு அழகு. இங்க எவனும் இவ்வளவு அழகா இவ்வளவு அழகா பார்த்துக்க மாட்டாங்க. എന്താ മോനെ, ഇപ്പൊ ഫുൾ തമിഴ് മൂവീസ് ആണല്ലോ കാണുന്നത്. തമിഴ് പഠിക്കാനായിട്ട് പിന്നെ ട്യൂഷൻ ഒന്നും പോലെ എനിക്ക് മേല. ഇതാകുമ്പോ തമിഴും പഠിക്കാൻ പറ്റും, അവളെ വിളിക്കാനും പറ്റും. എന്നിട്ട് എന്തായി, നീ പഠിച്ചു കഴിഞ്ഞോ? പിന്നല്ല, കഴിയാതെ. നീ കണ്ടോ, നാളെ അവൾ എന്റെ മുന്നിൽ പൊട്ടു കുത്തും. ആ കുത്തിയാ മതി, കുത്തിയില്ലെങ്കിൽ ഞാൻ കുത്തിക്കും. ഈ കണ്ണനോടാ കളി. നാളെ ഞാനൊരു കലക്ക് കറവേട്ടാ. ഹലോ. ആഹാ, ഇതാര്? ഇന്ന് നേരത്തെ ആണല്ലോ. റൂമിലിരുന്നിട്ട് ചുമ്മാ ബോറടിച്ചിട്ട് വയ്യായിരുന്നു, അപ്പോൾ ഞാൻ ഓർത്തു ഇങ്ങോട്ടേക്ക് വരാമെന്ന്. ഓ അങ്ങനെ. കുറേ നാൾക്ക് ശേഷമല്ലേ താൻ ഇന്നലെ വർക്കൗട്ട് ചെയ്യുന്നേ? എങ്ങനെ ഉണ്ടായിരുന്നു? നോട്ട് ബാഡ്. എടോ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മളിതിനു മുന്നേ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? മേ ബി എനിക്ക് തോന്നിയതാവും, ഇതിനു മുന്നേ എവിടെയോ കണ്ട പോലൊരു ഫീല്. അതാ ചോദിച്ചേ. ഓയ് കണ്ണമ്മ. തമിഴ് പറയരുത്, ഞാൻ പറയുന്നങ്ങ് കേട്ടാൽ മതി. എന്നിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറയണം, ഓക്കെ? ഹായ് അച്ചു, ഐ എം கார்த்திக். நான் இதை சொல்லி ஆகணும். நீ அவ்வளோ அழகு. இங்கே இவ்வளோ அழகாக ஒரு
இவ்வளோ அழகு பார்த்துருக்க மாட்டேங்க. ആൻഡ് ലവ് വിത്ത് യു. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. മലയാളം മലയാളമല്ലേ നീ സംസാരിച്ചേ? അപ്പോൾ നിനക്ക് മലയാളം അറിയാമായിരുന്നോ? മലയാളം അറിയാവുന്നത് കൊണ്ടല്ലടോ ഞാനിപ്പോൾ അത് സംസാരിക്കുന്നത്. ദുഷ്ടി, നിനക്ക് വേണ്ടി എത്ര രാത്രികൾ ഞാൻ ഉറങ്ങാണ്ടിരുന്ന് തമിഴ് സിനിമ കണ്ടിട്ടുണ്ടെന്നറിയോ? ഒരു സിനിമ പോലും കാണാത്ത ഞാനാ നിന്നെ വളയ്ക്കാൻ വേണ്ടി ഉള്ള കണ്ട തമിഴ് സിനിമ മൊത്തം ഞാനിരുന്ന് കണ്ടു. എന്നിട്ടിപ്പോൾ അവളും മലയാളിയാണ്. എത്ര മലയാളി. തന്നോട് ഞാൻ പറഞ്ഞോ എനിക്ക് വേണ്ടി ഉറക്കം കളയാൻ? ഇല്ല, പറഞ്ഞില്ല. നീ എൻ്റെ സ്വപ്നത്തിൽ വന്നുപോയി. അല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കാണിച്ചു തന്നേനെ. അതെ, തനിക്ക് ശരിക്കും വട്ടാണോ? ആടി, എനിക്ക് വട്ടാം. അല്ലെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ കണ്ട നിനക്ക് വട്ടായിട്ടൊക്കെ തോന്നും. എന്നാലും നീ ഇപ്പൊ ഈ കാണിച്ചത് തീരെ ശരിയായില്ല. കണ്ട? ഓ, എന്താ? കിടന്ന് വിളിക്കണ്ട, ഞാൻ വരുവാ. ഏത് സമയം നോക്കി കണ്ണേ കണ്ണേ വിളിച്ചോളൂ. അച്ചു, നാളെ ഞാൻ ഈവനിങ് നാട്ടിലേക്ക് പോവേ. അതെന്താടി നീ ഇത്ര പെട്ടെന്ന് പോകുന്നേ? പ്രത്യേകിച്ചൊന്നുമില്ലടി, കുഞ്ഞെ വിളിച്ചായിരുന്നു എന്നെ കാണണമെന്ന്. കുറച്ചധികം ദിവസമായില്ലേ ഇങ്ങനെ വന്നിട്ട്. മിക്കവാറും എന്നെ മിസ് ചെയ്ത് കാണും. ഓ, നിന്നെ മിസ് ചെയ്യാനല്ലെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അയ്യേ, ഒന്ന് പോടി. നീ വരുന്നോ എൻ്റെ കൂടെ നാട്ടിലേക്ക്? ഞാൻ ഇല്ലടി, എനിക്ക് ലീവ് കിട്ടൂല. നീ പോയിട്ട് വാ. പിന്നെ വേറൊരു കാര്യമുണ്ട്. നാളെ നാട്ടിലേക്ക് പോണതിന് മുന്നേ എൻ്റെ ഇഷ്ടം ഞാൻ അൻവിയോട് പറയും. ശരിക്കും? എൻ്റെ പൊന്നു, നിനക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. നാളെ പോകുമ്പോൾ നീ എൻ്റെ കൂടെ വരണം. അയ്യേ, ഞാനെന്തിനാ? ഞാനങ്ങൂല്ല, നീ തനിയെ പോയച്ചാ മതി. എടി പോത്തെ, അൻവി എന്തായാലും നാളെ ഒറ്റയ്ക്ക് വരത്തില്ല. കൂടെ കാർത്തി ഉണ്ടാവും. അവനൊരു കമ്പനി ആയിക്കോട്ടെ നോർത്താ ഞാൻ നിന്നെ വിളിച്ചേ. ഓ പിന്നെ വലിയ കാര്യമായിപ്പോയി. അല്ല അച്ചു, അവനോട് എന്തിനാ നിനക്ക് ഇത്ര ദേഷ്യം? ഒന്നില്ലെങ്കിലും അവൻ നൈസല്ലേടി? നൈസൊക്കെയാ, പക്ഷെ ഇടയ്ക്ക് അവൻ വാ തുറന്നാൽ മണ്ടത്തരം മാത്രമേ പറയുള്ളൂ. ഓ, നീ പിന്നെ വാ തുറന്നാൽ മണ്ടത്തരം പറയാത്തോണ്ട് കുഴപ്പമില്ല. ചന്തു, നീ എൻ്റെ സൈഡ് നിൽക്കുവാണോ അത് അവൻ്റെ സൈഡ് നിൽക്കുവാണോ? ഞാൻ ആരുടെയും സൈഡ് നിൽക്കുന്നില്ല, കാര്യം പറഞ്ഞതേ ഉള്ളൂ. നല്ലൊരു ചെക്കരണ്ടായിട്ട് അവൾ ജാടിയിട്ട് നിൽക്കണോക്കെ. അതെ, ഞാൻ കിടക്കാൻ പോവാ. ഗുഡ് നൈറ്റ്. എന്തുവാ, പിണങ്ങി പോവാണോ? ആ അതെ. എന്തു പറ്റി? കാണോന്ന് പറഞ്ഞേ? അത് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആഹാ, എന്ത് കാര്യം? പറ. അത് പറയാം. അതിനു മുന്നേ ഞാനിന്ന് ഈവനിങ് നാട്ടിലേക്ക് പോകും കേട്ടോ. അതെന്ത് പറ്റി പെട്ടെന്ന് പോകുന്നേ? അത് പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ചധികം ദിവസമായില്ല ഇങ്ങോട്ട് പോന്നിട്ട്. അപ്പോൾ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും എന്നെ കാണുമെന്ന് പറഞ്ഞു. ഓ അങ്ങനെ. പോയിട്ടിനി എപ്പോൾ തിരിച്ചു വരും? മിക്കവാറും 2 മാസം കഴിഞ്ഞേ വരുള്ളൂ. ആഹാ, അത് കുറച്ച് അത്യാവശ്യം ലോങ് ലീവ് ആണല്ലോ. അതാണ്, വേറൊന്നുമല്ല. ഏട്ടൻ്റെ കല്യാണത്തിനേ ഞാനിവിടെ മര്യാദയ്ക്ക് നിന്നിട്ടില്ല. അപ്പം ചെന്നിട്ട് പെട്ടെന്ന് എങ്ങാനും പോകണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാവും. അതാ. ചന്തുവിന് തിരിച്ചു വരുമ്പോ ഇവിടെ പുതിയൊരാളും കൂടി ഉണ്ടാവും കേട്ടോ. പുതിയ ആളോ? അതാര്? ആഹാ, നീ ഇതുവരെ ഒന്ന് പറഞ്ഞില്ല അൻവി. ചന്തു, ഇവന്റെ കല്യാണം അടുത്ത മാസം. വർഷങ്ങളോളമുള്ള പ്രണയാണത്രേ. എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞതാ. കള്ളൻ കണ്ട പറയോ? ഒന്ന് ചുമ്മാ ഇരിക്കടാ. എൻ്റെ മുറപ്പെണ്ണ ചന്തുവാള്. പണ്ട് തൊട്ടേ ഞങ്ങളുടെ വീട്ടുകാരെല്ലാരും കൂടി ചേർന്ന് അതങ്ങ് ഉറപ്പിച്ചു വെച്ചയാ. ആണോ? എനിക്കറിയില്ലായിരുന്നു. എനിവേ, ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. എങ്കിൽ നിങ്ങൾ സംസാരിക്കേ, ഞാനെന്നാ പോവുക. അല്ല, പോവാണോ? ചന്തുവിനെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? അത് ഞാൻ മറന്നുപോയി. അത് കൊള്ളാം. എങ്കിൽ നിൽക്ക്, നമുക്കൊരു കോഫി കുടിച്ചിട്ട് പോവാം. അയ്യോ വേണ്ട, ഇപ്പൊ പോയില്ലെങ്കിൽ ട്രെയിൻ മിസ്സാവും. ചന്തു, എടി അവിടെ നിൽക്ക്, പോവല്ലേ? അച്ചു, ഞാൻ പോവാ. നീ എൻ്റെ കൂടെ വരുന്നില്ലല്ലോ. ചന്തു, നീ എന്താടി ഇങ്ങനെയൊക്കെ പറയുന്നേ? എങ്ങനെ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ അവനോട് പറയുന്നില്ലേ നിനക്കവൻ ഇഷ്ടമാണെന്ന്? എന്തിനാടി ഞാൻ പറഞ്ഞിട്ട്? നീ കേട്ടതല്ലേ അവൻ്റെ കല്യാണമാണെന്ന്. ഞാനിനി ചെന്ന്
എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് ഞാൻ പറയണോ? ഹാ അച്ചു, നീയും കേട്ടതല്ലേ, അവർ വർഷങ്ങളായിട്ട് പ്രണയിക്കുന്നവരാ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെയാടി കയറി ചെല്ലുന്നത്? ചന്തു, എനിക്ക് മടുത്തച്ചു. ഇനി ഒന്നിനും എനിക്ക് വയ്യ. പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാടി. എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്നോ എന്നെ മനസ്സിലാക്കാനോ എൻ്റെ വീട്ടുകാർ പോലും ശ്രമിച്ചിട്ടില്ല. പിന്നെയാണ് അൻവിത്ത്. ഞാൻ അവനെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് അവൻ ഒരിക്കലും അറിയണ്ട. അതാ നല്ലത്. ചന്തു, ഞാൻ പോവച്ചു. ഞാനിനി ഒരിക്കലും ചെന്നൈയിലേക്ക് വരില്ല. നിനക്കെന്നെ കാണുമെന്ന് തോന്നുമ്പോൾ അങ്ങോട്ടേക്ക് വന്നാൽ മതി. ചന്തു, ഇത്രയും കാലം നീ എവിടെയായിരുന്നു? എൻ്റെ പൊന്നമ്മ, ഞാനിപ്പിങ്ങ വന്നില്ലേ? നീ വന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. ഇത്രയും ദിവസം നീ ആരുടെ കൂടെയായിരുന്നടി? എൻ്റെ പൊന്നമ്മ, ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് എനിക്ക് കുറച്ച് സമാധാനം തരുമോ? നിനക്കിവിടെ സമാധാനമില്ലല്ലേ? ഇത്രയും ദിവസം നീ എവിടെയായിരുന്നടി? ഒന്നില്ലെങ്കിലും ഞാൻ നിന്റെ അമ്മയില്ലേടി? നീ എവിടെ പോകുന്നു, എന്തു ചെയ്യുന്നു എന്നൊന്നും എനിക്കറിയാനുള്ള അവകാശമില്ലേ? പിന്നെ നിന്റെ ഈ തോന്നിവാസം ഇനി വീട്ടിൽ നടക്കത്തില്ല. വേറൊരു കാര്യം കൂടിയുണ്ട്, നിന്റെ കല്യാണം അത് ഞാനങ്ങ് ഉറപ്പിച്ചു. ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മ? ഏത് സമയം നോക്കിയാലും കല്യാണം കല്യാണം. നിനക്ക് ഇതല്ലാണ്ട് വേറെ എന്നോടൊന്നും പറയാനില്ലേ? നീ ആരെയും പേടിപ്പിക്കുന്നേ? ഞാൻ ആരെയും പേടിപ്പിക്കുമല്ല. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്നോ ഞാൻ എന്തൊക്കെ ആഗ്രഹിക്കുന്നതെന്നോ അമ്മ എപ്പോഴെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടോ? ഹാ, ഇപ്പി കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞല്ലേ, അതിന് പോലും അമ്മ എൻ്റെ സമ്മതം ചോദിച്ചോ? ചന്തു, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് നടത്തും. മോളെ ചന്തു, മോളെ നീ കരയുമായിരുന്നോ? ഏയ്, ഞാനിങ്ങനെ ചുമ്മാ ഓരോന്നും ആലോചിച്ച്. അവളെല്ലാം മോളോട് പറഞ്ഞല്ലേ. ചന്തുവിനൊപ്പം ഈ കല്യാണത്തിന് സമ്മതമല്ലേ? എനിക്കറിയില്ല കുഞ്ഞു, ഒരു കല്യാണത്തിനെ പറ്റിയൊന്നും ഞാൻ ഇന്നേ വരെ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ എനിക്കറിയാം എൻ്റെ റിയാലിറ്റി ഇങ്ങനെ, എൻ്റെ ലൈഫും ഇങ്ങനെ. എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഇന്നേ വരെ എൻ്റെ അമ്മക്ക് പറ്റിയിട്ടില്ല. അതിനെ ഒരിക്കലും പറ്റേയില്ല. ചന്തു, ഞാൻ കണ്ടിരുന്നു, നല്ല പയ്യന, എൻ്റെ മോൾക്ക് ചേരും. കുഞ്ഞുവിന് ഇഷ്ടപ്പെട്ടോ? ഞാനല്ലേ പറയുന്നേ. എൻ്റെ മോളെ കല്യാണത്തിന് സമ്മതിക്ക്. കെട്ടാൻ പോകുമ്പോഴെങ്കിലും ആ ചെക്കൻ്റെ മുഖത്തേക്കൊന്ന് നോക്കേണ്ട ചന്തു. അങ്ങനെ അവരൊന്നായി. നമുക്കും വേണ്ടി അച്ചു ഇതുപോലൊരു ജീവിതം. ആലോചിക്കാം. ശരിക്കും എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ ചന്തു, നീ ഒന്ന് അടങ്ങ്, ഞാൻ പറയാം. നീ അന്ന് വിഷമിച്ച് പോന്നില്ലേ? അന്ന് തന്നെ ഞാൻ അൻവിയെ പോയി കണ്ടിരുന്നു. അൻവി, എനിക്കറിയാം നിനക്കൊരാൾ ഇഷ്ടമാണെന്നും അടുത്ത മാസം നിന്റെ കല്യാണമാണെന്നും.
പക്ഷേ ഈ കാര്യം നീ അറിയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയാൻ വന്നേ. എന്താ അച്ചു, നീ കാര്യം പറ. അത് പിന്നെ ചന്ദ്രു തന്നെ ഇഷ്ടമാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് അവളിവിടെ വന്നേ. പക്ഷെ തൻ്റെ കല്യാണമെന്നൊക്കെ കേട്ടപ്പോൾ പാവം സഹിക്കാൻ പറ്റിയില്ല. അതൊന്നും പറയാതെ പെട്ടെന്ന് പോയി കളഞ്ഞേ. അതിനെന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? എൻ്റെ പൊന്നച്ചു, എനിക്ക് പ്രേമമുണ്ടെന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞ. ചുമ്മാതെയോ? എന്തിന്? അടുത്ത മാസം എൻ്റെ കല്യാണം എന്ന് പറഞ്ഞത് സത്യമാണ്. പെൺകുട്ടി വേറെ ആരുമല്ല, ചന്തുവാ. പക്ഷേ അതവൾക്ക് അറിഞ്ഞൂടാ. ചന്തുവോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 2 ആഴ്ച മുന്നേ വീട്ടിൽ എനിക്കൊരു പ്രപ്പോസൽ വന്നായിരുന്നു. പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ സത്യം പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. അത് വേറെ ആരുമല്ല, ചന്തു തന്നെയായിരുന്നു. ചന്തു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, ചന്തുവിന്റെ കല്യാണം ഉറപ്പിച്ചോ? പക്ഷെ അവൾക്കിതൊന്നും അറിഞ്ഞൂടല്ലോ. അവളിപ്പോ ഒന്നും അറിയിക്കണ്ടെന്ന് ഞാനാ പറഞ്ഞെ. അപ്പൊ ചന്തുവിന്റെ വീട്ടുകാർക്കെല്ലാം അറിയാലേ? അറിയാം. അങ്ങനെയാ ഈ കാര്യങ്ങള് ഇവിടം വരെ ആയത്. ഓഹോ, അപ്പൊ നിങ്ങൾ എല്ലാം കൂടി ചേർന്ന് എന്നെ പൊട്ടിയാകുമായിരുന്നല്ലേ? ഹേ ചന്തു, നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. നീ മിണ്ടരുത്. എന്തായിരുന്നു നിന്റെ ഒരു അഭിനയം? കല്യാണം, എൻഗേജ്മെന്റ്, വർഷങ്ങളായിട്ടുള്ള പ്രണയം. അത് പിന്നെ ഒരു പ്ലാൻ ഇടുമ്പോ അതില് എന്തെങ്കിലുമൊക്കെ ഒരു ഒറിജിനാലിറ്റി വേണ്ടേ? പിന്നെ ഒറിജിനാലിറ്റി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. മതി കത്തി വെച്ചിരുന്നത്. ഇന്നിവിടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, പോയി കിടക്കാൻ നോക്ക് രണ്ടു. ഓൾ ദി ബെസ്റ്റ് അളിയാൽ. പോടാ അച്ചുമ്മ, നമുക്ക് പോയി നമ്മുടെ ഭാവി ഫസ്റ്റ് നൈറ്റിന്റെ കാര്യം പ്ലാൻ ചെയ്യാം. എന്ത് പറയുന്നു? നിന്റെ ഒടുക്കത്തൊരു പ്ലാനിന്റെ ഇപ്പൊ അവളുടെ വായിരിക്കണ കേട്ടത്. ഇനി അടുത്ത പ്ലാൻ കൂടി മോനിടാൻ നിൽക്കണ്ട. ചന്തു വേണ്ട, പോയിക്കോ, എന്നോട് മിണ്ടണ്ട. ഷെടാ വേണങ്ങളെ ചന്തു, നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തേ. ഇതാണോ സർപ്രൈസ്? ഞാൻ എന്തോരം വിഷമിച്ചെന്നറിയോ? സോറി ഡി. സോറി ഒന്നും എനിക്ക് വേണ്ട, ഞാൻ ക്ഷമിക്കില്ല. ഷെടാ, ക്ഷമിക്കാൻ വേണ്ടി ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എനിക്കറിഞ്ഞൂടാ. ചന്തുവിന്റെ പിണക്കാൻ മാറ്റാൻ പറ്റിയ ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്. കൃഷ്ണൻകുട്ടി ഉദ്ദേശിച്ചത് മറ്റേതാണോ? അതെ, ഇത് കൃഷ്ണൻകുട്ടി ഉദ്ദേശിച്ച മറ്റേത് തന്നെ. അയ്യടാ, എന്നാ കേട്ടോ, അത് നടക്കത്തില്ല. എന്നാ ഓക്കെ, ഞാൻ ഉറങ്ങാൻ പോവാ. ഗുഡ് നൈറ്റ്. അൻവി, ഒന്ന് പറഞ്ഞ രണ്ടിനും അപ്പൊ തന്നെ ഉറങ്ങാൻ പോവാണോ? നിനക്കെന്നൊന്നും നിർബന്ധിച്ചൂടെ? ഓ, അപ്പം നിർബന്ധിച്ച അല്ലേ? ചന്തു, ഐ ലവ് യു. இரவும் பகலும் நீதானே, கடலும் அலையும் நுரையும் நீதானே, உடலும் உயிரும் நீயே, எங்கும் எதிலும் நீயே, எதிலும் அதிலும் நீயே. தட்டி விடுவதும் நீயே, எட்டி பிடிப்பதும் நீயே, என்னை கொல்லடி. காதல் நடத்திடும் இந்த மோதல், எது வந்த போதும் நீயே தாயுமானவள். ഡി ചന്തു, നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? എനിക്ക് വരാൻ പറ്റിയില്ല. ഏട്ടൻ കുറച്ച് തിരക്കിലായിപ്പോയി. അതെന്തായാലും വളരെ നന്നായി. നിന്റെ ഹസ്ബൻഡിന് എന്താണ് ജോലി? എന്തായാലും എൻ്റെ ഏട്ടനെ പോലെ ഡോക്ടറൊന്നും ആയിരിക്കില്ലല്ലോ.
അയ്യോ, നിന്റെ ഏട്ടനെ പോലെ എൻ്റെ ഹസ്ബൻഡ് ഒരു ഡോക്ടറൊന്നുമല്ല. നീയായിട്ടൊന്ന് ഒഴിഞ്ഞു പോയത് വളരെ നന്നായി. എൻ്റെ പണി കുറഞ്ഞു കിട്ടിയല്ലോ. നിന്നെ കല്യാണം ആലോചിച്ച ആ ഡോക്ടർ പയ്യനില്ലേ, അവനെ അങ്ങ് ഞാൻ കെട്ടി. ചന്തു, നീ ഇവിടെ നിൽക്കുമായിരുന്നു? ആ അല്ല, ഇതാരാ? അയ്യോ, നിനക്കാണ് മനസ്സിലായില്ലേ? ഞാനിടക്ക് പറയാറില്ലേ എൻ്റെ ഒരു കസിൻ മീനാക്ഷിയുടെ കാര്യം. ഓ, മറ്റേ ചൊറിച്ചിൽ മീനാക്ഷി. ഹാ, ഓ, അപ്പൊ ഇതാണ് ആള്. എൻ്റെ പൊന്നച്ചോ, അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേട്ടോ. ഇവള് വലിയ പുളിയാ, അല്ല കൂടോത്രം ചെയ്ത് വെക്കും. നിന്നോടൊക്കെ സംസാരിക്കണേ ഞാനില്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി തരാം. മഹിയേട്ടാ. മീനുട്ടി, ചന്ത്, ഇതാരാ മീനുട്ടി? ഇതെന്റെ കസിന് ചന്ദന. ഹായ് ചന്തു, ആഫ്റ്റർ എ ലോങ് ടൈം. നിനക്കിതിനു മുന്നേ ഇയാൾ അറിയോ? പിന്നെ ഞാൻ നിന്നോടൊന്ന് പറഞ്ഞില്ലായിരുന്നോ, ചെന്നൈയിലേക്ക് വരാൻ നേരത്ത് ട്രെയിനിൽ വെച്ച് ഒരു ഗിരിരാജൻ കോഴിനെ കണ്ടെന്ന്? ആ മുതലാണ് ഇത്. ഓർക്കുന്നു. എന്തായാലും മോളെ മീനാക്ഷി, നിന്റെ സ്വഭാവത്തിന് പറ്റിയ ഒരാളെ തന്നെ നീ കണ്ടുപിടിച്ചല്ലോ. എനിക്കത് മതി, സന്തോഷായി. എന്നാ പിന്നെ നമുക്ക് പോവാച്ചു. നീ എവിടെ നിന്നേ? കുറച്ചു മുന്നേ നീ എന്താ പറഞ്ഞ? ഗിരിരാജൻ കോഴിയോ? എനിക്ക് മനസ്സിലായില്ല. അത് പിന്നെ ഗിരിരാജൻ കോഴിയുടെ ബിസിനസ് ചെന്നൈയില്. എന്തായാലും ഗിരിരാജൻ കോഴിയോ? അങ്ങനൊരു കോഴി ഉണ്ടോ? ഉണ്ട്, നിന്റെ കൺമുന്നിൽ തന്നെ ഉണ്ട്. കൺമുന്നിലോ? എന്ത്? അത് കണ്ണൂരില്ല, കണ്ണൂര്. അവിടെ അതിന്റെ ഗോഡൗൺ ഉണ്ട്. അതിന്റെ എടുക്കണ കാര്യമായിരിക്കും ചിലപ്പോ ചന്തു പറഞ്ഞത്. നിങ്ങൾ എന്തൊക്കെയാ മഹിയേട്ടായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? ഹാവോ ഭാഗ്യം. നീ വന്നേ, ഇവിടുന്ന് കുറെ ചോറും കറിയും കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം.